ഹായ് ഓൾ UG പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അഥവാ DUET, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ PG കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിർബന്ധമായി എഴുതേണ്ട ഒരു പരീക്ഷ ഒക്ടോബർ 17 തൊട്ട് 21 വരെ നടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ 17 തൊട്ട് 21 വരെ നടക്കുന്ന പരീക്ഷകളിൽ ഒരു വിഷയമാണ് സോഷ്യോളജി. അപ്പോൾ സോഷ്യോളജിക്ക് നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സിലബസിൽ പ്രത്യേകം എടുത്ത് നോക്കേണ്ട ചില ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതും ഞാനവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ അമർത്താനും മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമ്മുടെ സിലബസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BA സോഷ്യോളജി ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ച് ഇത് വളരെ എളുപ്പമുള്ളൊരു സിലബസ് ആയിരിക്കാം, അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ളൊരു സിലബസ് ആയിരിക്കാം. പക്ഷേ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഡിഗ്രി ചെയ്തവരാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, നല്ല കാര്യമായി തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. കാരണം സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. BA സോഷ്യോളജിയിലുള്ള 6 സെമസ്റ്ററിൽ 3 വർഷമായി അവർ പഠിക്കുന്ന എല്ലാ ടോപ്പിക്സും തന്നെ പൊതുവെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാന ടോപ്പിക്സ് നോക്കുക: സോഷ്യോളജി ഓഫ് ജെൻഡർ, സോഷ്യോളജി ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ, urban sociology, agrarian sociology, environmental sociology, sociology of work and industry, health and medicine, visual culture, Indian sociological traditions, ethnographic, monographs തുടങ്ങിയവയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയപ്പെടുന്ന സിലബസ് അല്ലെങ്കിൽ ടോപ്പിക്സ്. ഇനി ഇതല്ലാതെ ഞാൻ പറഞ്ഞ പോലെ BA സോഷ്യോളജിയിൽ ഏതൊക്കെ ടോപ്പിക്സ് കവേർഡ് ആയിട്ടുണ്ടോ അതെല്ലാം തന്നെ അവർ DUETയുടെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്താറുണ്ട്. നമുക്കിനി ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? കൊടുത്തിരിക്കുന്നതിൽ ചേരുംപടി ചേർത്തതിൽ ഏതാണ് ഒരു തെറ്റായ മാച്ച്? ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം കാൾ മാർക്സ്, ഫോൾസ് കോൺഷ്യസ്നസ് സിഗ്മണ്ട് ഫ്രോയിഡ്, സോഷ്യൽ ഫാക്ട് എമിൽ ദർഖെയിം, വെർസ്റ്റഹൻ, മാക്സ് വെബർ. The right answer is option B, false consciousness, Sigmund Freud. As part of fieldwork in a hospital, you witness an operation lasting 5 hours. Later on, you visit 2 more clinics to spend time in waiting halls to collect data. You continue visiting these sites for a significant period in time and observe a variety of medical processes. This process is an example of. അപ്പോൾ മൾട്ടിപ്പിൾ ഹോസ്പിറ്റലുകളിൽ മൾട്ടിപ്പിൾ ക്ലിനിക്സ് പോകുന്നുണ്ട്, അവിടുത്തെ വിവരങ്ങളൊക്കെ ഓവർ എ പീരീഡ് ഓഫ് ടൈം കളക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മൾട്ടി സൈറ്റഡ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ എത്നോഗ്രഫിയാണ് കറക്റ്റ് ആൻസർ. The idea of biological commensurability allows people to be sorted into standardized groups and population because their biology is assumed to be same. This provides the grounds for meaningful comparisons to be made among them. Comparing apples from different orchards generates a more precise form of knowledge about orchards, soils, farmers, or varieties than, say, comparing apples and oranges. We can infer from above paragraph that biological commensurability is an idea about importance of comparison in biology, a basis of study in scientific biomedicine, a principle permitting controlled comparison in biomedicine, a unique technique involved in modern biomedicine. ഇനി ആൻസേഴ്സ് ഇതല്ല, ആൻസർ ഇതിൽ നിന്ന് 2-3 ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. A and B only, B and C only, A and C only, B and D only. ഇമെയിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ആപ്പിളും ഓറഞ്ചും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിലും എത്രയോ ഇൻസൈറ്റ്സ് തരാൻ സാധിക്കുക, എത്രയോ യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക വ്യത്യസ്ത തോട്ടങ്ങളിൽ വളർത്തുന്ന അല്ലെ വ്യത്യസ്ത തോട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആപ്പിളുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ്. അതിലൂടെ തോട്ടങ്ങളുടെ, അതുപോലെ അവിടുത്തെ മണ്ണിൻ്റെ, അവിടുത്തെ കർഷകരുടെ, പോരാത്തനി ആപ്പിളുകളുടെ തന്നെ പ്രത്യേകതകളൊക്കെ തന്നെ നമുക്ക് അതിലേക്കൊക്കെ നമുക്ക് ഇൻസൈറ്റ്സ് കിട്ടും. അതേ സ്ഥാനത്ത് ആപ്പിളും ഓറഞ്ചും എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി 2 ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഇതിലേതാണ് ഇതൊക്കെ തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? ബയോളജിക്കൽ കമൻസറബിലിറ്റി. സോ റൈറ്റ് ആൻസർ ഈസ് B and C only, a basis of study in scientific biomedicine, അതുപോലെ പ്രിൻസിപ്പൽ പെർമിറ്റിംഗ് കൺട്രോൾഡ് കമ്പാരിസൺ ഇൻ ബയോമെഡിസിൻ. 4ാമത്തെ ചോദ്യം. Perceptions of the power of medicine affect medicine self-regulation and supplementation in a village in South Canara. Tablets are generally perceived to be weaker doses of medication than injections or capsules. If one tablet does not yield satisfactory results, 2 or 3 tablets are taken simultaneously. In some cases, some patients in the village request a liquid mixture, specifically colored pills or an injection during consultation. Which of the following statements are not consistent with the above paragraph? Supply and demand of allopathic medicine in South Canara are regulated according to local customs.
Yellow ointments are sometimes viewed as purificatory agents because of their resemblance to turmeric. Ingesting tablets is not good for health, so injections are a preferred mode of treatment as they are associated with perceptions of power and efficacy. People often actively intervene in their medical treatment. അപ്പോൾ ഇവിടെ നോക്കുക, നോട്ട് കൺസിസ്റ്റന്റ് എന്നാണ് പറയുന്നത്, ചേർന്ന് പോവാത്തയാണ്. സോ ഒബിയസ്ലി 2-3 ടാബ്ലറ്റ്സ് എടുക്കുന്ന സമയത്ത് ഇൻജസ്റ്റിംഗ് ടാബ്ലറ്റ്സ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നില്ല. സോ എന്തുകൊണ്ടും കറക്റ്റ് ആൻസർ ഏതാണ്? Option C, ingesting tablets is not good for health, so injections are preferred mode of treatment as they are associated with perceptions of power and efficacy. Question number 5. The obligation to give is no less important. If you understood this, we should also know how men came to exchange things with each other. To refuse to give or to fail to invite is like refusing to accept. The equivalent of a declaration of war. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ നമ്മൾ വിസമ്മതം കാണിക്കുകയാണെങ്കിൽ അത് യുദ്ധത്തിന് സമാനമാണെന്നാണ് പറയുന്നത്. It is a refusal of friendship and intercourse. Again, one gives because one is forced to do so, because the recipient has a sort of proprietary right over everything which belongs to the donor. On the basis of the above, we can say that refusing to give is like declaring a war, because നമുക്ക് എന്തുകൊണ്ടാണ് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ നമ്മൾ മടിക്കുന്നത്, അല്ലെ സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ എക്സ്ചേഞ്ച് ഉണ്ടാവാതിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ മടിക്കുമ്പോൾ അത് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണെന്ന് പറയാൻ കാരണം എന്താണ്? It is a refusal to engage in a social relation. It is impolite and insulting. It is a refusal to honor a promise and return what belongs to the other. It is a refusal to recognize a social obligation. ഇതിൽ A and B മാത്രമേ ഉള്ളൂ. ABC ഉണ്ടോ, ACD ഉണ്ടോ, ABCD ഉണ്ടോ? 5th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻസർ ഏതാണ്? വായിക്കുമ്പോൾ തന്നെ അറിയാം, 4 ഓപ്ഷൻസും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് 4 കൊണ്ടും അത് യുദ്ധത്തിനുള്ള കാരണമായി കണക്കാക്കാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് A, B, C and D. But then, even to speak of the economy of a primitive society ആണ്, primitive society ശ്രദ്ധിക്കുക, is an exercise in unreality. Structurally the economy does not exist എന്നാണ് പറയുന്നത് primitive society. Rather than a distinct and specialized organization, economy is something that generalized social groups and relations, notably kinship groups and relations, do. Economy is rather a function of the society than a structure. Function ആണ്, structure അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. For the armature of the economic process is provided by groups classically conceived non-economic. It follows from the above passage that economy in primitive society, പറഞ്ഞിരിക്കുന്നതിൽ എന്തൊക്കെയാണ് primitive society economy എന്നുള്ളതാണ് ചോദ്യം, is embedded in kinship relations, has no distinct existence, is a process, is non-existent. അപ്പോൾ ഇതിൽ obviously D നമുക്ക് വെട്ടാം, കാരണം existent ആണെന്ന് അവിടെ ഓൾറെഡി പറയുന്നുണ്ടല്ലേ. ഇനി ബാക്കി ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? is embedded in kinship relations ശരിയാണ്. ഹാസ് നോ ഡിസ്റ്റിങ്ക്ട് എക്സിസ്റ്റൻസ് 100%. ഈസ് എ പ്രോസസ്, എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. സോ ഇത് മൂന്നും കറക്റ്റ് ആണ്, വിച്ച് മീൻസ് ഓപ്ഷൻ 1, A, B and C only. Every culture must satisfy the biological system of needs, such as those dictated by metabolism, reproduction, the physiological conditions of temperature, protection from moisture. The second axiom in the science of culture is that every cultural achievement that implies the use of artifacts and symbolism is an instrumental enhancement of human anatomy and refers directly or indirectly to the satisfaction of bodily needs. ഇപ്പോൾ മേൽ പറഞ്ഞിരിക്കുന്ന പാസേജ് പ്രകാരം fulfillment of human needs is a primary function of human culture. Biological needs are always satisfied through cultural means. Biology possesses definite limits to form taken by culture. All of the other options. So 1, 2, 3 ആണോ അതോ ഇനി 4 ആണോ? The right answer is മേൽ പറഞ്ഞ പാസേജ് പ്രകാരം fulfillment of human needs is the primary function of human culture ആണ് right answer. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The aim is to draw large conclusions from small but very densely textured facts to support broad assertions about the role of culture in the construction of collective life by engaging them exactly with complex specifics. Okay, the aim is to draw large conclusions from small but very densely textured facts. അപ്പോൾ കൺക്ലൂഷൻസ് ഡിറൈവ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ടു സപ്പോർട്ട് ബ്രോഡ് അസേർഷൻസ് അബൌട്ട് ദി റോൾ ഓഫ് കൾച്ചർ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് കളക്റ്റീവ് ലൈഫ് ബൈ എൻഗേജിംഗ് ദം എക്സാക്ട്ലി വിത്ത് കോംപ്ലക്സ് സ്പെസിഫിക്സ്. The above statement is an example of the aim of social science, an argument in support of study of minutiae of everyday life, a description of the importance of culture in collective life, a claim about the complexity of social life.
കൊള്ളാം, നല്ല ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നതിൽ. ഈ മേലെ പറഞ്ഞിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിൻ്റെ കറക്റ്റ് എക്സാമ്പിൾ ആണ്? എ ആൻഡ് സി ഓൺലി, ബി ആൻഡ് ഡി ഓൺലി, എ ബി സി ആൻഡ് ഡി ഓൺലി, നൺ എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ 8ാമത്തെ ചോദ്യമാണ്. മേലെ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ എക്സാമ്പിൾ ആണോ? ദ എയിം ഓഫ് സോഷ്യൽ സയൻസ് അതിൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ആൻ ആർഗ്യുമെന്റ് ഇൻ സപ്പോർട്ട് ഓഫ് സ്റ്റഡി ഓഫ് മിനുഷ്യ ഓഫ് എവറിഡേ ലൈഫ്, എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൾച്ചർ ഇൻ കളക്റ്റീവ് ലൈഫ്. ഇത് മൂന്നുമല്ല. എ ക്ലെയിം അബൌട്ട് കോംപ്ലക്സിറ്റി ഓഫ് ലൈഫ്, സോഷ്യൽ ലൈഫ് ആണോ? അതുമല്ല. സോ ഈ 4ഉമല്ല. വിച്ച് മീൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, നൺ ആണ് കറക്റ്റ് ആൻസർ. It is certainly clear that caste has been utilized to keep the poor divided, but that alone is not enough. The blurring of class lines among the lower categories has also been significant. അപ്പോൾ നോക്കുക, കാസ്റ്റ് പാവപ്പെട്ടവരെ വേർതിരിച്ച് നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ ലോവർ കാറ്റഗറീസിലേക്ക് വരുമ്പോഴേക്ക് ക്ലാസ് ലൈൻസും കുറച്ച് പ്രശ്നമാണ്, പ്രോബ്ലമാറ്റിക് ആണെന്ന് പറയാം. ബ്ലറിംഗ് ഓഫ് ക്ലാസ് ലൈൻസ്. സോ ഈ മേൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ ഓൺലി ഫംഗ്ഷൻ ഓഫ് കാസ്റ്റ് ഈസ് ദാറ്റ് ഇറ്റ് കീപ്സ് ദ പുവർ ഡിവൈഡഡ്. ദർ ഈസ് എ കോംപ്ലക്സ് റിലേഷൻ ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. കാസ്റ്റ് സിസ്റ്റം ഹാസ് ബോത്ത് പ്രോസ് ആൻഡ് കോൺസ്. കാസ്റ്റ് ആൻഡ് ക്ലാസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി ഓവർലാപ്പിംഗ്. അപ്പോൾ ഈ മൂന്നാമത്തെ നമുക്ക് ഒഴിവാക്കാം അല്ലേ? പ്രോസ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. മൊത്തത്തിൽ ഈവൻ ഫോർ പ്രിവിലേജസ് അനുഭവിക്കുന്നവർക്ക് പോലും അത് ആക്ച്വലി ഒരു ഇൻ എ സെൻസ് എന്താണ്, ഒരു കോണ് തന്നെയാണ്. സോ 1, 2, 3 ഏതാണ് റൈറ്റ് ആൻസർ? 9ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പറയുന്നതിൽ തന്നെ നമുക്കത് ഉണ്ട്, കറക്റ്റ് ആൻസർ ഉണ്ട്. കാരണം കാസ്റ്റ് മാത്രമല്ല, ക്ലാസ് ലൈൻസ്, ഈ കാസ്റ്റിൻ്റെ ഇടയിലുള്ള ക്ലാസ് ലൈൻസും കൂടെ നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനിടയിലുള്ള ക്ലാസ് നോക്കേണ്ടതുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഈസി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ദർ ഈസ് എ കോംപ്ലക്സ് റിലേഷൻ ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്. The cultural association of male hair, especially long hair with magical or sacred ideas, is known from many parts of the world. It is well recognized in general terms to be a symbol of manliness, virility, honor, power, aggression, and so on. For example, in very early Europe of the Achaeans, who conquered Greece, customarily wore their hair long and wild. The Semitic story of Samson and Delilah, as told in the Old Testament, well illustrates the virtue of remaining unshorn. We can readily locate many similar examples in classical Hinduism. From the above passage we come to know that, അപ്പോൾ ഈ മേൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? The practice of being unshorn has many positive symbolic associations. The practice of keeping long male hair is universal. People remain unshorn so as to practice magic. Hindu males maintain long hair due to its symbolic significance. 10ാമത്തെ ചോദ്യമാണ്. എന്താണ് റൈറ്റ് ആൻസർ? 10th ക്വസ്റ്റ്യൻ. നല്ല രസമുള്ള ചോദ്യമാണ് അല്ലേ? സോ ആൻസേഴ്സ്. The practice of being unshorn has many positive symbolic associations. The practice of keeping long male hair is universal. People remain unshorn so as to practice magic. Hindu males maintain long hair due to its symbolic significance. ഇതിൽ ആകെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഷോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കട്ടിങ് ഹെയർ അല്ലെങ്കിൽ വിത്ത് ലോങ് ഹെയർ എന്ന് പറയാം. അതാണ് അൺഷോൺ. സോ ആൻസേഴ്സ് എവിടെ? The right answer is option A. The practice of being unshorn has many positive symbolic associations. This increased spiritual inventiveness, along with the dispersion and diffusion of the sacred outside of major institutions like the church or the state, has opened up a wide range of possibilities for mutuality and interaction. ശരിയാണ്. Some of these possibilities are as risky as they are ambiguous. Ambiguous എന്ന് വെച്ചാൽ confusing. In China, the spread of a well-organized religious group devoted to traditional shaman എന്ന് വെച്ചാൽ അറിയാലോ, ഈ ഇന്റർമീഡിയറീസ്, നമ്മളുടെ ഇപ്പോൾ ഉള്ള ഇവിടുത്തെ ആൾക്കാരും മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് മുൻ സൊസൈറ്റികൾ, പ്രിമിറ്റീവ് സൊസൈറ്റികളിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ഷാമൻസ്. അപ്പോൾ ഷാമനിക് ആൻഡ് മെഡിറ്റേറ്റീവ് പ്രാക്ടീസസ്, Falun Gong is seen to pose a threat to the state and is vilified as fomenting followers compounds the appearance of a cohesive and disciplined body capable of instant mobilization. Other religious groups
with an international leadership and with followers in a variety of nations may also pose a threat to the cohesiveness of particular societies. Whether they support paramilitary and terrorist organizations or declare the independence of their members from traditional sources of discrimination and oppression. The international Pentecostal movement is a prime example of such liberation from below. ഇനി ചോദ്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക. സോ സംഭവം അത്യാവശ്യം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് നേരെയുള്ള ചോദ്യത്തിന് പകരം കോൺസെപ്റ്റ്സ് എല്ലാം കൂടി എടുത്ത് വളച്ചുള്ള ചോദ്യമാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോളോ ഫ്രം ദ എബവ് പാസേജ്. അത് നിങ്ങളുടെ പണി കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട്. അപ്പോൾ ഈ മേലെ വായിച്ചിട്ടുള്ളതിൽ താഴെ പറയുന്നത് ഏതുമായി യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. സം റിലീജിയസ് ഗ്രൂപ്പ്സ് കോസ് social disturbance and aid anti-social activities. Significant changes in religious organization are challenging the definition of religion. New communication technologies are transforming the potential of expanding religious groups. Falun Gong as well as Pentecostal movements are instances of new forms of religious organizations. So, this is the right answer. 11th ചോദ്യം. സോ ഇവിടെ റിലീജിയൻ ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ബേസിക്കലി. ഇപ്പോൾ റിലീജിയണിൽ തന്നെ ഒറ്റ സെക്റ്റ് അല്ലെങ്കിൽ ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ച് അതിനെതിരെ അല്ലെങ്കിൽ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടൊന്ന് പെർഫോം ചെയ്യുന്നവരെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതാണ് ശരിയെന്ന് രണ്ട് കൂട്ടർക്കും ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക കോൺഫ്ലിക്റ്റിലേക്ക് ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. സം റിലീജിയസ് ഗ്രൂപ്പ്സ് കോസ് സോഷ്യൽ ഡിസ്റ്റർബൻസ് ആൻഡ് എയ്ഡ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. പക്ഷേ ഇവിടെ എന്ത് വരുന്നില്ല, ഇവിടെ കാര്യമായിട്ട് റിലീജിയൻ ഒന്നും വരുന്നില്ല. സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ റിലീജിയസ് ഓർഗനൈസേഷൻ ആർ ചാലഞ്ചിങ് ദ ഡെഫിനേഷൻ ഓഫ് റിലീജിയൻ. ന്യൂ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇത് വേണ്ട, ഒഴിവാക്കി നമ്മൾ. ഫാലുൻ ഗോങ് ആസ് വെൽ ആസ് പെൻറ്റക്കോസ്റ്റൽ മൂവ്മെൻറ്റ്സ് ആർ ഇൻസ്റ്റൻസ് ഓഫ് ന്യൂ ഫോംസ് ഓഫ് റിലീജിയസ് ഓർഗനൈസേഷൻ. ന്യൂ ഫോംസ് ഉള്ളതിലുപരി ഉള്ളതിൽ തന്നെ എന്താണ് റിലീജിയൻ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു പാസേജ് ആണ് മേലെയുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഈ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ റിലീജിയസ് ഓർഗനൈസേഷൻ ആർ ചാലഞ്ചിങ് ദ ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ. എന്താണ് റിലീജിയൻ എന്നുള്ളതിനെ. സോ ഇവിടെ നോക്കുക, in China, the spread of a well-organized religious group devoted to traditional shamanic and meditative practices, Falun Gong, is seen to pose a threat to the state and is vilified as fomenting superstition, evil thinking, and social instability. Its leaders' use of internet to communicate with tens of millions of followers compounds the appearance of a cohesive and disciplined body capable of instant mobilization. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടണം, നമ്മുടെ ആൻസേഴ്സ് കിട്ടേണ്ടതുണ്ട്. സോ ഇത് തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താം. സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ റിലീജിയസ് ഓർഗനൈസേഷൻ ആർ ചാലഞ്ചിങ് ദ ഡെഫിനേഷൻ ഓഫ് റിലീജിയൻ. അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ വന്ന സ്ഥിതിക്ക് ഇൻസ്റ്റൻറ്റ് മൊബിലൈസേഷനും പറ്റുന്ന രീതിക്ക് മാറിയിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ഐഡിയ ഓഫ് ദി ഡെനിസൺ which can be tracked back to Roman times has usually been applied to foreigners given residency rights and rights to ply their trade but not full citizenship rights. The idea can be extended by thinking of the range of rights to which people are entitled: civil, equality before the law and right to protection against crime and physical harm; cultural, equal access to enjoyment of culture and entitlement to participate in the cultural life of the community; social, equal access to forms of social protection including pension and healthcare; economic, equal entitlement to undertake income earning activity; and political, equal right to vote, stand for elections and participate in the political life of the community. A growing number of people around the world lack at least one of these rights and as such belong to the denizenry rather than the citizenry wherever they are living. അപ്പം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കാനില്ല. ആ പാസേജ് ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതിന് ആൻസർ കിട്ടും. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്നുകൂടെ പാസേജ് വായിക്കുക. ഓൺ ദ ബേസ് ഓഫ് ദി അബവ് ഇറ്റ് ക്യാൻ ബി ഇൻഫേർഡ് ദാറ്റ്. അപ്പം മേൽ പറഞ്ഞിരിക്കുന്നതിൽ നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ. ഡെനിസൺസ് ഡോണ്ട് ഹാവ് സിവിൽ റൈറ്റ്സ്, അങ്ങനെ പറയുന്നില്ല. ലീഗൽ മൈഗ്രൻസ് കനോട്ട് ബി സീൻ ആസ് ഡെനിസൺസ്, അങ്ങനെയും പറയുന്നില്ല. A denizen may have some citizenship right is the right answer. Most nations now deny citizenship rights to their members എന്നുള്ളത് ശുദ്ധ കണ്ടെത്തലാണ്. So option 3 ആണ് correct answer. The bigger shift that occurred was the explicit acknowledgement of social development in addition to economic development and environmental protection as a core component in the Johannesburg Declaration's definition of sustainable development. Although the Rio, അപ്പോൾ നോക്കുക environmental sociology എന്നുള്ള ചോദ്യമാണ്. Although the Rio Declaration and other agreements since then certainly reference poverty eradication and other aspects of social development, it primarily emphasized the need to balance environment and development. It follows from the
above passage that the Rio Declaration modified the Johannesburg Declaration. The Rio Declaration was not concerned with sustainable development. Social development includes more than poverty eradication. Sustainable development is a relative concept. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? A and B ആണോ, B and D ആണോ, A and C ആണോ, C only ആണോ? പതിമൂന്നാമത്തെ ചോദ്യം ഒറ്റ ആൻസറേ ഉള്ളൂ. സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് മോർ ദാൻ പോവർട്ടി ഇറാഡിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തി ആ ഒരു എന്താ പറയുക ജോഹന്നാസ്ബർഗ് ഡിക്ലറേഷനിലൂടെ. ക്ലിയർ അല്ലേ? അല്ല സോറി, റിയോ ഡിക്ലറേഷനിലൂടെ കേട്ടോ. സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് മോർ ദാൻ പോവർട്ടി ഇറാഡിക്കേഷൻ. പോവർട്ടി ഇല്ലാതാക്കിയാൽ മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് വളരേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 സി ആണ്. Some profound institutional change in the economic domain of production and consumption have been discernible from the late 1980s onward. Among these changes were the widespread emergence of environmental management systems, the introduction of an economic valuation of environmental goods via the introduction of eco-taxes, the emergence of environment-inspired liability and insurance arrangements, the increasing importance attached to articulation of environmental environmental goals such as natural resource saving and recycling among public and private utility enterprises, and the transformations as institutional changes indicates their semi-permanent character. Although the process of ecology-induced transformation should not be interpreted as linear and irreversible, as was common in the modernization theories in the 1950s and 1960s, these changes have some permanency that would be difficult to reverse. It follows from the passage that പാസേജിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ്? ഇതിലും ഇതാണ്, വായിച്ച് ഇത് മനസ്സിലേക്ക് എടുക്കേണ്ട പോയിന്റ്സ് എടുക്കേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. ജസ്റ്റ് വായിച്ച് കറക്റ്റ് കാര്യങ്ങൾ ഇവിടെ ഒരു പോയിന്റ് ഒക്കെ ആയിട്ട് എഴുതി വെക്കുക സൈഡിൽ. ഈ 6 ലൈനുകളിൽ നിന്നല്ലേ ഈ പാരഗ്രാഫിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു 3 പോയിന്റ്സ് നിങ്ങൾ സൈഡിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ദർ ആർ നെഗറ്റീവ് എക്കോളജി ഇൻഡ്യൂസ്ഡ് ചേഞ്ചസ് ഇൻ ദി എക്കണോമിക് ഡൊമൈൻ. അത് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ടിക്ക് ഇട്ടേക്കുക. The impact of the environment in the economic domain is largely irreversible. Economic domain has responded to changes in the environment. In the past, environment did not have a role to play in the economy. ഇപ്പം 4 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടാകുമ്പോൾ ഈ 4 ചേർന്ന് പോകുന്നുണ്ടോ നിങ്ങൾക്ക് വായിച്ചപ്പോൾ തോന്നിയ കാര്യം എന്നുള്ളത് ക്ലിയർ ചെയ്യുക. പിന്നെ അത് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്യുക. എന്നിട്ട് ഓപ്ഷൻസിലേക്ക് വരിക. A, B and C ആണോ, B, C and D ആണോ, B and C ആണോ, A, C and D ആണോ? സോ 14th ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ ഏതാണ്? The impact of the environment in the economic domain is largely irreversible പറയുന്ന കാര്യമാണ്. പ്ലസ് economic domain has responded to changes in the environment. ഇത് രണ്ടുമാണ് റൈറ്റ് ആൻസർ. അതോ 3 B and C ആണ് കറക്റ്റ് ആൻസർ. In one sense, Sennett and Cobb are concerned with a traditional problem, the class consciousness or seeming lack of it among American workers. But they do not approach this in a traditional way. They are interested in portraying in depth the experience of class relations as expressed in day-to-day life. Hence, they do not employ a conventional survey or sampling approach, depending instead upon a limited number of extended interviews, which allows the workers to talk for themselves. Sennett and Cobb treat interviewing as it should be treated, as a form of social interaction in its own right, in which the interviewer himself cannot remain anonymous. From this passage, you can infer that American workers don't have a sense of class consciousness. Conventional sampling methods are inappropriate for the study of class relations. Sennett and Cobb chose a research technique they considered appropriate to their objective. Extended interviews involve participation by both the interviewer and interviewee. ഇതിലേതാണ് റൈറ്റ് ആൻസർ? A and B ആണോ, C and D ആണോ, B and D ആണോ, നൺ ആണോ? 15ാമത്തെ ചോദ്യം. സെന്നറ്റ് ആൻഡ് കോബ് അവർ അമേരിക്കൻ വർക്കേഴ്സിനെ പഠിക്കാൻ തുടങ്ങി. കാരണം അവരുടെ ഇടയിൽ ക്ലാസ് കോൺഷ്യസ്നെസ് മിസ്സിംഗ് ആയിരുന്നു എന്നൊരു സൂചനയുടെ പുറത്താണ് തുടങ്ങിയത്. അപ്പോൾ അതിന് അവർ സാധാരണ യൂസ് ചെയ്യുന്ന അല്ലെ കൺവെൻഷണൽ മെത്തേഡ്സ് എന്നുള്ളത് നമ്മൾ സർവേ, സാമ്പിളിംഗ് അപ്രോച്ച് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് ഇതുപോലത്തെ ഡാറ്റയെല്ലാം. കാരണം ക്ലാസ് കോൺഷ്യസ്നെസ് ഉണ്ടോ എന്നുള്ളത് ഡയറക്റ്റ് ആവാതെ അതിൻ്റെ
മറ്റ് ചോദ്യങ്ങളിലൂടെ ചോദിച്ചറിയാൻ പറ്റുന്ന രീതിക്ക് അവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അതല്ല അവർ ചെയ്തത്. അവർ എക്സ്റ്റെൻഡഡ് ഇൻ്റർവ്യൂസിലേക്കാണ് പോയത്. അപ്പോൾ ഈ മേൽ പറഞ്ഞിരിക്കുന്ന മെസ്സേജിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? താഴെ 2 കാര്യങ്ങളാണ്. ഒന്ന്, സെനറ്റ് ആൻഡ് കോപ്പ് ചോസ് എ റിസർച്ച് ടെക്നിക് ദേ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ടു ദെയർ ഒബ്ജക്റ്റീവ്. അപ്പോൾ കൺവെൻഷണൽ സാമ്പിളിംഗ് മെത്തേഡ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് എവിടെയും പറയുന്നില്ല. സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പിന്നെയോ എക്സ്റ്റെൻഡഡ് ഇന്റർവ്യൂസ് ഇൻവോൾവ് പാർട്ടിസിപ്പേഷൻ ബൈ ബോത്ത് ദ ഇന്റർവ്യൂർ ആൻഡ് ഇന്റർവ്യൂയി. അപ്പോൾ ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട് ഇന്റർവ്യൂർ ഹിംസെൽഫ് കനോട്ട് റിമൈൻ അനോണിമസ്. സോ സി ആൻഡ് ഡി വരുന്നുണ്ട്. റൈറ്റ് ആൻസർ ഈസ് 2. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ദ ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ accompanied by the inadequate availability of non-farm jobs would lead economists to expect an exodus from the village to the town. But there are few signs of an exodus in either village. It is sometimes convenient while interpreting large data to assume that workers residing in a village also work there. Thus, when individual and household surveys, including the census, provide data confirming that a substantial portion of workers living in villages is not working in agriculture, it is easy to take it for granted that they are working in non-agricultural activities in the village. The absence of substantial non-farm activities in both Yellupuram and Kadalaipattu quickly dispels this notion. It is evident that a number of potential workers who reside in the village and hence form a part of household surveys work outside the village. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഇത് ജസ്റ്റ് ഒരു വട്ടം കൂടെ വായിച്ച് നോക്കുക. അതിൽ നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള മേ ബി ഒരു കാര്യം കൂടെ ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യൻ, അതായത് ആക്ച്വൽ ക്വസ്റ്റ്യൻ വി ക്യാൻ ഇൻഫോർ ഫ്രം ദ അബവ് പാസേജ് എന്നിട്ട് ആ പോയിന്റ്സ് വായിച്ചിട്ട് ഈ പാസേജിലേക്ക് പോയാൽ മതിയാവും. Agricultural activities constitute the bulk of work available in these villages. Not everyone who works in an urban area resides there. Census data and surveys identify a number of resident non-agricultural workers in village. The large-scale surveys sometimes do not capture the separation of place of residence from place of work. നോക്കുക, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ സെൻസസ് ഡാറ്റ എല്ലാം അല്ലെങ്കിൽ ഹ്യൂജ് ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ 16ാമത്തെ ചോദ്യം ഏതാണ്? റൈറ്റ് ആൻസർ. അതൊരു പ്രശ്നമാണ്. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബൾക്ക് ഓഫ് വർക്ക് അവൈലബിൾ ഇൻ ദീസ് വില്ലേജസ്. കറക്റ്റ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. ഓൾ ആണ് റൈറ്റ് ആൻസർ. How does structural analysis proceed? The first step is the definition of the constitution units of an institution. Once the various aspects of culture have been reduced to their structural elements, relations of opposition and correlation and permutation and transformation between these elements can be defined. Homologies between institutions can be explained. Correspondences of isomorphisms should be sought not between empirical data pertaining to different institutions but between different systematized forms of models which can be abstracted. Can compare either intra or cross culturally. According to the above passage, structural anthropology proceeds by analyzing the constituent units of cultural institutions, by establishing correspondences between different structural models, by establishing relations of opposition and correlation between structural elements in these systematized forms, by disregarding empirical facts. A, B, C, B, C, D, B and C, all. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് റൈറ്റ് ആൻസർ? ഇതിൽ 2 റൈറ്റ് ആൻസർ എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ബി ആൻഡ് സി കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് എ, ബി ആൻഡ് സി കറക്റ്റ് ആണ്. സോ 1 and 3 ആർ ദ റൈറ്റ് ആൻസേഴ്സ്. അപ്പം കറക്റ്റ് ആണ്. ഓപ്ഷൻസിൽ 2 വട്ടം വന്നിട്ടുണ്ട്. സോ ഇത് 2 മാർക്ക് ചെയ്തെടുക്കും ഫുൾ മാർക്സ് കൊടുത്തിട്ടുണ്ട്. Far from man classifying spontaneously, humanity in the beginning lacks the most indispensable conditions for the classificatory function. Further, it is enough to examine the very idea of classification to understand that man could not have found its essential elements in himself. A class is a group of things. So, a class is a group of things, and things do not present themselves to observation grouped in such a way. To classify is not only to form groups, it means arranging these groups according to particular relations. അപ്പോൾ ഗ്രൂപ്പ്സ് ഫോം ചെയ്താൽ മാത്രം പോരാ, ഇതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. എന്ത് ബേസിസിൽ? റിലേഷൻസിന്റെ ബേസിസിൽ. എവറി ക്ലാസിഫിക്കേഷൻ ഇംപ്ലൈസ് എ ഹെറാർക്കിക്കൽ ഓർഡർ ഫോർ which neither the tangible world nor our mind gives us the model. We therefore have reason to ask where it was found.
The very terms which we use in order to characterize it allows us to presume that all these logical notions have an extra-logical origin. We say that species of the same genre are connected by relations of kinship. We call certain classes families. Did not very word genus or genre itself originally designate a group of relatives? This Emil Durkheim and Marcel Mauss 2009 primitive classification എഴുതിയതാണ്. 4 to 5 പേജ് നമ്പർ അടക്കം. സോ കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ ഇത് മൊത്തത്തിലെടുത്ത് പറയുമ്പോഴും ഇതുപോലെ തന്നെ അതിൻ്റെ ഐഡിയാസിലേക്ക്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലാസ് തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്ത് ബേസിസിലാണ് നമ്മൾ തിരിക്കുന്നത്, പ്ലസ് തിരിച്ചു കഴിഞ്ഞാലും അതിലുണ്ടാവുന്ന മറ്റു കാര്യങ്ങൾ, അപ്പം നമ്മൾ എങ്ങനെ തിരിക്കണമെന്ന് തീരുമാനിക്കുന്നതും അത് എന്ത് ബേസിസിൽ തിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും ചുറ്റിപ്പറ്റിയുള്ളതാണ്. അപ്പം ഞാനിത് എത്ര നേരം ഇരുന്ന്, കാരണം ഈ ഒരു 2 minutesൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് 18th ക്വസ്റ്റ്യൻ ഏതാണ്? ഓപ്ഷൻ 4. all 3 ഓപ്ഷൻസ് ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് തിങ്സ് ഡു നോട്ട് പ്രസന്റ് ദംസെൽഫ് ഗ്രൂപ്ഡ് ഇൻ ടു ക്ലാസ്സസ്. Questions under what reasons do the authors give for saying that the classificatory process is not spontaneously given in nature or to the human mind? അപ്പോൾ ക്ലാസിഫിക്കേറ്ററി പ്രോസസ്സ് താനെ ഉണ്ടാവുന്ന ഒന്നല്ല, അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുന്ന ഒന്നല്ല, നമ്മൾ ഉണ്ടാക്കേണ്ടതാണെന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് തിങ്സ് ഡു നോട്ട് പ്രസന്റ് ദംസെൽഫ് ഗ്രൂപ്ഡ് ഇൻ ടു ക്ലാസ്സസ് 100%. ബിക്കോസ് ക്ലാസിഫിക്കേഷൻ നെസസറിലി ഇംപ്ലൈസ് എ ഹെറാർക്കിക്കൽ അറേഞ്ച്മെന്റ്. കറക്റ്റ് ആണ്. ബിക്കോസ് ഹെറാർക്കിക്കൽ arrangements are not given in nature. So all 3 options are correct answer. Women are not drawn to labor organizations not because they are naturally docile and submissive as multinational corporations have claimed for female workers across the global assembly line, but because of their work in informatics offers them symbolic as well as economic capital that they are deeply interested in securing. അപ്പോൾ സ്ത്രീകൾ ലേബർ ഓർഗനൈസേഷൻസിലേക്ക് അടുക്കുന്നതിന് വലിയ കാരണം അവർ ഡൊസൈൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ സബ്മിസീവ് ആയതുകൊണ്ടോ അല്ല, പക്ഷേ എക്കണോമിക് ക്യാപിറ്റൽ ലഭിക്കുന്നത് കൊണ്ടും അതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു പവർ, അല്ലെങ്കിൽ അവർക്ക് എക്കണോമിയിൽ പലപ്പോഴും ഈ ക്യാപിറ്റൽ തന്നെയാണ് പവറായിട്ട് മാറുന്നത്. അപ്പോൾ അത് സെക്യൂർ ചെയ്യുന്നതിലുള്ള താല്പര്യം കൊണ്ടാണെന്നും പറയുന്നു ഇവിടെ. ഇറ്റ് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദ എബവ് പാസേജ് ദാറ്റ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്താണ് മേലെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് നമുക്ക് ചേർന്ന് പോവുക. വിമൻ വർക്കേഴ്സ് ആർ നാച്ചുറലി ഒബീഡിയന്റ് ആൻഡ് ഡ്യൂട്ടിഫുൾ. നേരെ ഓപ്പോസിറ്റ് ആണ് മേലെ പറഞ്ഞിട്ടുള്ളത്. വിമൻ ആർ ഡ്രോൺ ടു ലേബർ ഓർഗനൈസേഷൻ ബിക്കോസ് ദേ ആർ ലോ അവൈഡിങ്. ഒരിക്കലും അല്ല. വിമൻ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനി എക്കണോമിക് സെക്യൂരിറ്റി. അത് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആണ്. ഓപ്ഷൻ 4. വിമൻസ് വർക്ക് ഇൻ ഇൻഫോർമാറ്റിക്സ് ഗീവ് ദം ആൻ ഓപ്പർച്യൂണിറ്റി ടു എൻഷുർ എക്കണോമിക് സെക്യൂരിറ്റി. അപ്പോൾ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്ന ഈ ഒരു കാര്യം കൊടുക്കുന്നത് കൊണ്ടും അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന പവറിനോടും ഏതൊരു വ്യക്തിയെയും പോലെ ആകൃഷ്ടരായിട്ട് തന്നെയാണ് സ്ത്രീകളും ലേബർ ഓർഗനൈസേഷൻസിനോട് അടുക്കുന്നത്, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഡൊസൈൽ അല്ലെങ്കിൽ സബ്മിസീവ് ആയതുകൊണ്ടല്ല. In the bad old days, so the story goes, anthropologists used to think that kinship was based on the fact that people go in and out of each other's bodies. Such naivete, however, was soon to be severely disciplined by developments in our subject. First, anthropologists stress that old Platonic point that humans do not live in the world as God or the scientists see it, but via their own understanding of it. From this, they argued that the foundation, that is, going in and out of each other's bodies, cannot be the direct foundation of social knowledge. This correction was, however, soon deemed not to have been severe enough. It was not simply that people saw the world through a glass darkly. It was that they did not see it at all. There was no such fact as that people went in and out of each other's bodies. They were just accidental cultural representations of which my particular formulation is only one among many. Thus, culturally constructed kinship systems as if they were cultural interpretations of a single reality was a fallacy. According to the author of the above passage, what happened in the bad old days? ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സമ്മറിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. Anthropologists had access to scientific facts. Anthropologists felt that their own understanding of kinship was divinely ordained. Anthropologists did not realize that culture
cultures are relative and that their views are also shaped by culture. Anthropologists did not realize that we see the world through a glass darkly. 20th question ആണ്. So, ഏതാണ് right answer? Anthropologists did not realize that cultures are relative and that their views were also shaped by culture. ഒരു ഉത്തരമേ ഉള്ളൂ? അല്ല. Anthropologists did not realize that we see the world through a glass darkly. അവരുടെ കാഴ്ചയ്ക്ക് ചെറിയ കുഴപ്പമുണ്ടെന്ന്, അവർ കാണുന്ന ലെൻസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടേണ്ടതുണ്ട്, കാരണം അവർ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 21st question. When most people think of the Chipko movement, the primary image that comes to mind is of a group of village women in the Himalaya hugging tree to protect them from felling by forest contractors. Well, that was a key moment when Chipko ignited. Eminent historian Shekhar Pathak successfully unravels many other tangled threads of a story that is much more complicated, with far-reaching consequences for the people and forests of Uttarakhand as well as conservation movements around the world. Which of the following can be inferred from above passage? അപ്പോൾ ചിപ്കോ മൂവ്മെന്റിലൂടെ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും ഈ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരും വെട്ടാതിരിക്കാൻ വേണ്ടി ഒരു പറ്റം സ്ത്രീകൾ, ആ ഒരു ഇമേജ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇതാണ് ചിപ്കോ മൂവ്മെന്റ് അങ്ങോട്ട് ഇഗ്നേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം പോപ്പുലാരിറ്റിയിൽ അതിന് ആവശ്യമായിരുന്ന ശ്രദ്ധ കിട്ടുന്നതെങ്കിലും മറ്റൊരുപാട് കുറെ കൂടെ ഈ ഉത്തരാഖണ്ഡിലെ വനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ആരാണ് പറയുന്നത്? ഹിസ്റ്റോറിയൻ ശേഖർ പഥക്. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനോട് ചേർന്ന് പോകുന്നുണ്ട്. Villagers in Uttarakhand are affected by forest felling. Only village women were concerned about forest felling. Forest felling by contractors was a trigger for the Chipko movement. The Chipko movement is often understood simplistically as a single issue movement. അപ്പം ഒരു സിംഗിൾ ഇഷ്യൂ മൂവ്മെന്റ് ആയിട്ട് ചിപ്കോ മൂവ്മെന്റിനെ കാണുന്നു എന്നുള്ളതാണ് ഈ മേലെ പാസേജിന്റെ മൊത്തം തുക എന്ന് പറയാം. അപ്പം നമ്മളെ സംബന്ധിച്ച് ചിപ്കോ മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ഇമേജ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, വിച്ച് മീൻസ് നമ്മൾ ഒറ്റ ഇവന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ശേഖർ പഥക് അങ്ങനെയല്ല പറയുന്നത്. അതിലും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതൊരു പ്രൗഡ് മൂവ്മെന്റ് ആണെങ്കിൽ അതിനപ്പുറം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതിനപ്പുറം കോൺസിക്വൻസസ് ഉള്ള, ഉത്തരാഖണ്ഡിലെ വ്യക്തികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ വനത്തിനും വനസംരക്ഷണത്തിനും ഒക്കെ തന്നെ നിലനിന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? 21st. വില്ലേജേഴ്സ് ഇൻ ഉത്തരാഖണ്ഡ് ആർ അഫക്റ്റഡ് ബൈ ഫോറസ്റ്റ് ഫെല്ലിംഗ് കറക്റ്റ് ആണ്. ഫോറസ്റ്റ് ഫെല്ലിംഗ് ബൈ കോൺട്രാക്ടേഴ്സ് വാസ് എ ട്രിഗർ ഫോർ ചിപ്കോ മൂവ്മെന്റ്, അതും കറക്റ്റ് ആയി പറയുന്നുണ്ട്. പിന്നെ ഇത് ഓബിയസ്ലി റൈറ്റ് ആണ്. സോ എ, സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. The phenomenon of caste is too complex and subsumes too baffling a variety of patterns to yield to simple explanation. It may be mentioned, however, that due to a variety of factors contributing towards social change, the boundaries of endogamy are widening. Distinctions between subcastes are not considered relevant by many. There is also greater tolerance of intercaste marriages, provided the ritual distance between concerned caste groups is not too wide, and there are no problems of disparity in economic and social status. But these changes are limited in scope and extent. But these changes are limited in scope and extent and have not radically affected people's ideas. The phenomenon of boundary maintenance is a crucial element in the definition of the cultural apprehension of the vulnerability of young girls and the emphasis on their purity and restraint in behavior. This is expressed in the construction of legitimate and proper modes of speech, demeanor, and behavior for young girls and in the organization of their space and time. According to the passage, which of the following practices ensure caste boundary maintenance? അപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ഈ കാസ്റ്റ് ബൗണ്ടറി മെയിൻ്റനൻസ് കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ കാസ്റ്റ് ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന പ്രാക്ടീസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ത്രൂ ജെൻഡർ സ്പെസിഫിക് കോഡ്സ് ഓഫ് കണ്ടക്ട്, general tolerance of intercaste marriages, control over behavior of young girls, erasure of difference between subcaste. 22nd ആണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായി 2 കാര്യങ്ങളോടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്താണ്? ആൾക്കാരുടെ ഐഡിയാസിനെ പറ്റിയാണ്. അതിൽ തന്നെ ഈ കാസ്റ്റ് ബൗണ്ടറി മെയിൻ്റനൻസിന് ആൾക്കാരെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ എന്തൊക്കെയാണത്? ത്രൂ ജെൻഡർ സ്പെസിഫിക് കോഡ്സ് ഓഫ് കണ്ടക്ട്, സ്ത്രീകളെ അങ്ങേയറ്റം വരിഞ്ഞു മുറുങ്ങുന്ന ഒരു എന്തുണ്ടാക്കുക, ഒരു സൊസൈറ്റി നോം ഉണ്ടാക്കുക. പ്ലസ് കൺട്രോൾ ഓവർ ബിഹേവിയർ ഓഫ് യങ് ഗേൾസ്, ഈ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ എങ്ങനെ പെരുമാറണം എന്ന് വരെ തീരുമാനിച്ചുകൊണ്ടാണ് ഈ കാസ്റ്റ് ബൗണ്ടറി കീപ്പ് ചെയ്ത് വന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് A and C, option 3. One of the reasons that many people would not use the term oppression to describe our society is that they do not understand the term in the same way as the radicals. In its traditional usage, which most people retain, oppression means the exercise of a tyranny by a ruling group. ഇപ്പോൾ oppression എന്ന് പറയുമ്പോൾ ഇവിടെ ലിബറൽസ് കാണുന്ന പോലെ, റാഡിക്കൽസ് കാണുന്ന പോലെ ഒരുപാട് ആൾക്കാർ കാണുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഒപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇന്ത്യയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് മറ്റൊരു ഭരണാധികാരി വന്ന് ഭരിക്കുന്നു, അതിൽ നമ്മൾ അടിച്ചമർത്തപ്പെടുന്നു, അതിനെ മാത്രം ഒപ്രഷനായി കാണുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ റാഡിക്കൽസിനെ സംബന്ധിച്ച് എന്താണ് ഒപ്രഷൻ? ഏതൊരു രീതിയിലും സമൂഹത്തിൽ നിലനിന്ന് പോകുന്ന അനീതികൾ, ഇപ്പോൾ കാസ്റ്റ്, ക്ലാസ്, അതെല്ലാം തന്നെ ഒപ്രഷനിൽ പെട്ടതാണ്. സോ വി ക്യാൻ ഇൻഫർ ഫ്രം ദിസ് പാസേജ് ദാറ്റ് ഒപ്രഷൻ, ഈ പാസേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? Oppression is universally found. Oppression is used incorrectly by many people. Oppression is traditionally related to structures of rule in society. Oppression is evil perpetrated by others. നാക്കെല്ലാം കുഴഞ്ഞു. ഏതാണ് റൈറ്റ് ആൻസർ? 23. Oppression is traditionally related to structures of rule in society ആണ് correct answer. The early ethnographers were not clear about the distinction between caste and tribe in India. The 18th century writers, for example, showed synonymous use of the term tribe with caste. Later it was even used in a cognate manner that one could see in the use of phrase caste and tribes by Risley and many other in their writings. The above passage suggests that writers such as Risley used the terms caste and tribe interchangeably, felt that there was no distinction between caste and tribe, used caste and tribe as related terms, redefined the terms caste and tribe. A and C only, C only, D only, C and D only. So ഏതാണ് റൈറ്റ് ആൻസർ? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് റിസ്ലിയെ പോലെയുള്ള റൈറ്റേഴ്സ് കാസ്റ്റിനെയും ട്രൈബിനെയും ഇന്റർചേഞ്ചബിൾ ആയിട്ട്, അതായത് ഒരേപോലെ തന്നെ കണക്കാക്കിയോ, അതുപോലെ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിക്ക് കണക്കാക്കിയോ, കാസ്റ്റും ട്രൈബും റിലേറ്റഡ് ടേംസ് ആയിട്ടാണോ കണക്കാക്കിയത്, കാസ്റ്റിനെയും ട്രൈബിനെ റീഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. സോ 2 ഉത്തരമാണ് ഇതിനുള്ളത്. ഒന്ന്, യൂസ് ദ ടേം കാസ്റ്റ് ആൻഡ് ട്രൈബ് ഇന്റർചേഞ്ചബിളി, അതുപോലെ തന്നെ യൂസ് കാസ്റ്റ് ആൻഡ് ട്രൈബ് ആസ് റിലേറ്റഡ് ടേംസ്. സോ ഇങ്ങനെ കരുതാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. സോ ദ റൈറ്റ് ആൻസർ ഈസ് 1, ഓപ്ഷൻ 1, A and C. Grounded historically, the question about origins of rights becomes a naturalistic one. How have European people acquired enforceable claims on the states to which they were subjects? More narrowly, how have rights of citizenship come into being? How did authorities come to owe goods, services and protections to people merely on the ground of their belonging to a category, the category of people in the political community attached to a state? How did that political community expand to include most people, or at least most households in the population at large? Which of the following is not part of the argument made by author in the above passage? അത് ക്വസ്റ്റ്യൻ ഈസി ആക്കുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കുറെ കൂടെ തിയററ്റിക്കൽ വശങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ ആകെ കഷ്ടപ്പെട്ട് പോയനെ. പക്ഷേ ഇതുമായി ബന്ധപ്പെടാത്ത ഏതാണെന്ന് താഴേന്ന് കണ്ടെത്തിയാൽ മതി. The claims on the states acquired by European people. Extension of protection to people in the political community attached to a state. The question about the origin of citizens' duties towards the state. The expansion of political community expanded to include most household. ഇത് ഒന്നുകൂടെ ഈസി ആക്കുന്നു ഓപ്ഷൻസ്. കാരണം ക്ലെയിംസ് ഓൺ ദി സ്റ്റേറ്റ് അക്വയർഡ് ബൈ യൂറോപ്യൻ പീപ്പിൾ പറയുന്നുണ്ട്, ആർഗ്യുമെന്റ് ആണ്, പാർട്ട് ഓഫ് ദി ആർഗ്യുമെന്റ് ആണ്. Extension of protection of people in its political community attached to the state, definitely an argument.
The expansion of political community expanded to include most households. ഒരു ആർഗ്യുമെന്റ് പെട്ടതാണ്. The question about the origin of citizens' duties towards the state. ഇതിന്റെ ഒരു ഭാഗമേ അല്ല. So the right answer is option 3. The question about the origin of citizens' duties towards the state. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 25 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്ക് പ്രപ്പോയ്സിനെ ഒന്ന് പരിചയപ്പെടാം. സോ നമ്മുടെ പി ജിക്ക് ആവശ്യമായിട്ടുള്ള CUET PG ആയിക്കോട്ടെ, IIT JAM, CMAT, KMAT തുടങ്ങിയ എക്സാമുകൾക്കെല്ലാം വേണ്ട ഫുൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് പ്രപ്പോയ്സ് UG+. അപ്പം prepwise.in കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. സോ ദിസ് ഈസ് പ്രപ്പോയ്സ് പ്ലസ് കയറുക. ഇവിടെ PG 2023 ഉണ്ട്. അപ്പോൾ PGക്കാർക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കയറി നോക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. മറ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവരെ അറിയാമെങ്കിൽ അവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഈ സെഷനിൽ പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് പ്രപ്പോയ്സിനെ പറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സുകളെ പറ്റി പാക്കേജിനെ പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കൗൺസിലേഴ്സിനെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പ്ലീസ്.